OP 47/19 പെറ്റീഷൻ ഓമന ഫിലിപ്പ്, റെസ്പോണ്ടന്റ് മാത്യു ദേവസി. ചെയ്തോക്കില്ലേ, പെട്ടെന്ന് തീർക്കില്ലേ, നമുക്ക് തീരെ സമയമില്ല. പ്രൂഫ് അഫിഡേറ്റ് ഓഫ് ദ പെറ്റീഷൻ ഫയൽഡ് യുവർ ഓണർ. കയറിക്കോ. ഓമന ഫിലിപ്പ് ബായ്. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷിയായി കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷം, ഒരു മകളുണ്ട്, മകൾക്ക് 19 വയസ്സ്, ശരിയല്ലേ? അതെ. കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സത്യവാങ്മൂലം അത് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഒപ്പിട്ടത്? അതെ. എതിർകക്ഷി നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കുറവോ മടിയോ കൂടാതെ നടത്തി തന്നിരുന്നുവെന്നും അദ്ദേഹവും നിങ്ങളും ചേർന്ന് നിങ്ങളുടെ മകൾക്ക് കുറവുകളൊന്നും കൂടാതെ വളർത്തി വലുതാക്കി ആ കുട്ടിക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇപ്പോൾ വളരെ നല്ല രീതിയിൽ നൽകുന്നുണ്ടെന്ന് ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ള തെളിവ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അതെ. അപ്പോൾ എതിർകക്ഷി സമൂഹത്തിൽ സ്വീകാര്യനും ബഹുമാന്യനും ആണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കില്ല. ഇല്ല. അപ്പോൾ അത്തരത്തിൽ ബഹുമാന്യനായ ഒരാളുടെ ഭാഗത്തു നിന്നും നാളിതുവരെ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലുമോ ഇത്തരമൊരു അനുഭവം ഉള്ളതായിട്ട് യാതൊരു അറിവുമില്ല. അപ്പോൾ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള എന്തോ വ്യക്തിപരമായ പ്രശ്നത്തിൻ്റെ പുറത്ത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്ന് പറയുന്നതല്ലേ ശരി? ശരിയല്ല. തികച്ചും അപ്സൈഡായ ചോദ്യമാണ് ചോദിക്കുന്നത്. സമൂഹത്തിൽ ബഹുമാന്യനായ ഒരു വ്യക്തി ഇങ്ങനെ ആയിക്കൂടെ എന്നുണ്ടോ? സ്വർഗബന്ധത്തിൽ ഏർപ്പെടാൻ പ്രത്യേകം ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടണം. പിന്നെ മാത്യു ഇത്തരത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്യു ഒരു ഹോമോസെക്ഷൽ അല്ല എന്ന് പറയുന്നത് എന്തൊരു ബേസ്ലെസ് ആയ ആർഗ്യുമെൻ്റ് ആണ്. ദീർഘകാലമായി മോണോഗമസ് ആയിട്ടുള്ള ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ പിന്നെ മാഡത്തിൻ്റെ എല്ലാ ഉത്തരം കൂടെ പറ. ഇതിപ്പോൾ എൻ്റെ ക്രോസ് അല്ലേ? നോ ഫർദർ ഇന്റർവെൻഷൻ. മാത്യു സമൂഹത്തിൽ ബഹുമാന്യനാണ് എന്നുള്ളത് ഒരിക്കലും മാത്യു ഹോമോസെക്ഷൽ ആകാതിരിക്കാനുള്ളൊരു മാനദണ്ഡമല്ല. പക്ഷേ ഈ പറയുന്ന അലിഗേഷൻസിൽ വാസ്തവമുണ്ടെങ്കിൽ എൻ്റെ കക്ഷി, വിദ്യാസമ്പന്നനായ എൻ്റെ കക്ഷി, ഇത് വളരെ പണ്ടി അംഗീകരിച്ചതിനെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഭർത്താവ് ഗേ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചത്? എൻ്റെ കുഞ്ഞിനെ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ശരി, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ചോദിച്ചു വാങ്ങി, അതായത് നിങ്ങൾക്ക് കുട്ടി ജനിച്ചത് നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ നിർബന്ധിച്ചാലോ അല്ലാതെയോ നിങ്ങളുമായി ശാരീരിക ബന്ധം പുലർത്താൻ തയ്യാറായ ഒരു വ്യക്തിയാണ് എതിർകക്ഷി. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധം പുലർത്താൻ സാധിക്കാത്തതൊക്കെ പ്രശ്നമൊന്നും എതിർകക്ഷിക്ക് ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതിപ്പോൾ ഹോമോസെക്ഷലായ പല വ്യക്തികളും വിവാഹ ജീവിതത്തിൽ പാർട്ട്ണറിൻ്റെ നിർബന്ധപ്രകാരമോ അല്ലെങ്കിൽ സ്വയം സ്ട്രെയിറ്റ് ആണെന്ന് പ്രിറ്റൻഡ് ചെയ്യാനോ വേണ്ടി ഇത്തരത്തിൽ സെക്സിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി കേസുകളുണ്ട്. ശരി, അപ്പോൾ മിസ് ഓമിനെയും നിങ്ങളുടെ ഭർത്താവ് മാത്യു എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്? 4. മാസത്തിൽ 4 തവണ എന്നൊക്കെ പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ലക്ഷണമല്ലേ? മാസത്തിലല്ല, വിവാഹത്തിന് ശേഷം ഇതുവരെ 4. അപ്പോൾ നിങ്ങൾ ഒരു വീട്ടിൽ ഒരുമിച്ചല്ലായിരുന്നു താമസം? അതെ, ഇപ്പോഴും അതെ. അപ്പോൾ ഇപ്പോഴും കിടക്കുന്നതൊക്കെ ഒരുമിച്ച് തന്നെയാണോ? അതെ, ഒരുമിച്ചാണ്. ശരി, ഓമനയ്ക്ക് നാളിതുവരെ യാതൊരുവിധ ശാരീരിക ഉപദ്രവമോ നേരിട്ടുള്ള മാനസിക പീഡനമോ എൻ്റെ കക്ഷിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിവ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമല്ലേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. മാരിറ്റൽ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. മാത്യു തൻ്റെ സെക്ഷുവാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ നല്ല പ്രായം അത്രയും നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടുത്തെ മെൻ്റൽ ക്രൂവൽറ്റി. ഇതൊക്കെ സെറ്റിൽഡ് പൊസിഷൻസ് അല്ലേ? ഡാനിയൽ ക്രിസ്റ്റോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ദ വൈഫ് ക്യാൻ വെരി വെൽ ഗോ ഫോർ എ ഡിവോഴ്സ്. ഇതിൽ കണക്റ്റഡ് മാറ്റേഴ്സ് വേറെ ഉണ്ടോ? അബ്സല്യൂട്ട്ലി നത്തിങ്. ജെന്യുവൻ കേസാണ്. നോ മോണിറ്ററി ക്ലെയിം, ഓൺലി സിഗിങ് ഡിവോഴ്സ്. എപ്പോഴാണ് നിങ്ങളുടെ ഭർത്താവ് ഹോമോസെക്ഷൽ ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്? വിവാഹം കഴിഞ്ഞ് ആദ്യ സമയത്തൊക്കെ എന്നോട് താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ മറ്റെന്തെങ്കിലും കാരണമാകും, പിന്നീട് ശരിയാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്.
മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. മകളുണ്ടായ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞു മാത്യുവിന് ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന്. ഇതറിഞ്ഞപ്പോൾ നിങ്ങൾ മാത്യുവിനെ ചോദ്യം ചെയ്തില്ലേ? പലതവണ ചോദിച്ചിരുന്നു. അപ്പോഴെല്ലാം അങ്ങനെയൊന്നുമില്ല എന്നാ മറുപടി പറഞ്ഞത്. പിന്നെ ആയപ്പോൾ ഞാൻ അക്കാര്യം ചോദിക്കാതെയായി. ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുള്ളത് ഞാനോ മാത്യുവോ പിന്നീട് പുറത്ത് പ്രകടിപ്പിച്ചതുമില്ല. അപ്പോൾ നാളെ ഇതുവരെ മ്യൂച്വൽ ആയൊരു ഡിവോഴ്സിൻ്റെ കാര്യം മാത്യുവുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഡിവോഴ്സിൻ്റെ കാര്യം എപ്പോൾ പറഞ്ഞാലും മാത്യു എഴുന്നേറ്റ് പോയി കളയും. ഓമന ഇത് ഓമനയുടെ വീട്ടുകാരെ അറിയിച്ചില്ലേ? വീട്ടിലറിയിച്ചിരുന്നു. പക്ഷേ അപ്പച്ചൻ എന്നെ വഴക്ക് പറയാണ് ചെയ്തത്. കോഡ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഭർത്താവിനെയും അയാളുടെ ഈ പറയുന്ന സുഹൃത്തിനെയും സംശയിക്കാവുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അലിഗേഷൻ? അതിപ്പോൾ നേരിട്ട് കാണണമെന്നുണ്ടോ? ഇത്രയും കാലമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലേ, മനസ്സിലാവത്തില്ലേ? വിറ്റ്നസിനെ ഇങ്ങനെ ലീഡ് ചെയ്യല്ലേ മാഡം? ശരി, ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങളിത് തിരിച്ചറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അപ്പോൾ തന്നെ ഓമനയ്ക്ക് ഇതുപോലൊരു പെറ്റീഷൻ ഫയൽ ചെയ്തുകൂടായിരുന്നു? അതിനെന്തെങ്കിലും തടസ്സമോ ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, നിങ്ങളുടെ നല്ല പ്രായം അത്രയും എതിർകക്ഷി നശിപ്പിച്ചുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഓമൻ ഇത്രയും കാലം കാത്തുനിന്നത്? See, this itself proves that this whole case is regarding some very recent personal conflicts between the husband and the wife, and it has absolutely nothing to do with the stated allegations. യുവർ ഓണർ, നമ്മുടെ സ്ത്രീകൾക്ക് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ അവരുടേതായിട്ടുള്ള നിലപാട് പറയാനോ പറ്റിയൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. കാലത്തിനൊപ്പം സഞ്ചരിച്ച് ഓമന ആർജിച്ചെടുത്ത അവരുടെ ധൈര്യം തന്നെയാണ് അവരിന്നിവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിച്ചാൽ, സെക്ഷൻ 377 നമ്മുടെ രാജ്യത്ത് ഡീക്രിമിനലൈസ് ചെയ്ത് കഴിഞ്ഞ വർഷം മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതിനു മുമ്പ് ഇത്തരത്തിലൊരു കേസുമായി ഓമന മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ആസ് പെർ ദെൻ എക്സിസ്റ്റിംഗ് ലോ മാത്യു ഇസ് എൻഗേജിങ് ഇൻ എ ക്രിമിനൽ ഒഫൻസ്. മറ്റൊന്നും അറിയില്ലെങ്കിലും സ്വന്തം ഭർത്താവ് ഒരു ക്രിമിനൽ അല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടായിരുന്നിരിക്കാം ഓമനയ്ക്ക്. And this lady had to wait until 2018 just because we had such a law in our country. നൂറ്റാണ്ടിൻ്റെ വിധിയെന്ന് എല്ലാവരും വിളിച്ച ആ വേർഡിക്റ്റിനൊപ്പം ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഹിസ്റ്ററി ഓഫ് ആൻ അപ്പോളജി ടു ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ആ ക്ഷമാപണം നേടുന്നത് ഓമനെ പോലുള്ള വ്യക്തികളിലേക്കും കൂടെയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ 80% വരുന്ന ഹോമോസെക്ഷൽസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സുമായി വിവാഹിതനാണ് അല്ലെങ്കിൽ വിവാഹിതയാണ്. ഇമാജിൻ ദർ പ്ലൈറ്റ്. You proceed. Your Honor, ഇതെല്ലാം unnecessary allegations ആണ്, just for the sake of a divorce. That's all.